ഒന്ന് രണ്ട് ദിവസമായിട്ട് കേരളം മൊത്തം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ്റെ ചിരി കണ്ടിട്ട്. എന്ത് രസമല്ലേ ഈ മനുഷ്യൻ ചിരിക്കുന്ന കാണാൻ. സത്യം പറഞ്ഞാൽ ഇതിനേക്കാൾ മനോഹരമായിട്ട് നമ്മിൽ പലർക്കും ചിരിക്കാൻ പറ്റും, പക്ഷെ നമ്മൾ ചിരിക്കാറില്ല. ഈ ചിരിക്കുക എന്നുള്ളത് ഒരു പവർഫുൾ ആയിട്ടുള്ള സ്കില്ലാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ നൈസർഗികമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്കില്ലാണത്. ഒരാൾ ചിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ മനുഷ്യന് ഹാപ്പിനെസ് ഉണ്ടാവും. ആ മനുഷ്യൻ്റെ ചിരി കണ്ടിട്ട് മറ്റുള്ള ആളുകൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. അതാണ് ഇന്ന് ഈ കേരളക്കാരെ മുഴുവൻ ഹാപ്പിനെസ്സിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. തേർഡ് വൺ, മറ്റുള്ള ആളുകൾ ചിരിക്കുന്ന കണ്ടിട്ട് ആ ചിരിച്ച മനുഷ്യന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. സിമ്പിളായിട്ടുള്ളൊരു 1 or 2 സെക്കൻഡിൻ്റെ പണിയാണ്. അതാണ് ഇത്രയേറെ അഡ്വാൻറ്റേജസ് ഉള്ളത്. ഇതൊന്നും പോരായിട്ട് സയൻസ് പറയുന്നത് ഒരു മനുഷ്യൻ ചിരിക്കുകയാണെങ്കിൽ അവൻ്റെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും, സോഷ്യൽ കണക്ഷൻസൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റും, ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റും. എല്ലാ വിഷയങ്ങളിലും ഒരു ഫീൽ ഗുഡ് ഉണ്ടാവും, ഒരു ഗുഡ് ഫീൽ ഉണ്ടാവും, പോസിറ്റീവ് എനർജി ഉണ്ടാവും എല്ലാ കാര്യങ്ങളിലും. എന്തോരം ഗുണങ്ങളാണ് സിമ്പിളായിട്ടുള്ളൊരു ചിരിക്കുക എന്നുള്ളത്. ചിരിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക എന്നുള്ളതല്ല, അതല്ല. അതൊരു മനുഷ്യനെ കോമാളിയാക്കുന്ന ഒരു ഇതാണ്. അതിനപ്പുറത്ത് ജസ്റ്റ് സ്മൈൽ, പുഞ്ചിരിക്കുക, ജസ്റ്റ് ചിരിച്ചാൽ മതി. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ പുഞ്ചിരിക്കുക എന്നുള്ളത് അവനിക്ക് സ്വതക്കയാണ്, അതായത് ധർമ്മം ചെയ്യുന്ന പോലെയാണ്. ഈ റിട്ടേൺ കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ചിരിക്കാൻ പാടില്ല. ഞാൻ ചിരിച്ചാൽ ഓനും ചിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ചിരിച്ചാൽ കുറച്ചെങ്കിലും ഓനും ചിരിക്കണം എന്നുള്ള മെൻറ്റാലിറ്റിയിൽ ചിരിച്ചാൽ അത് സ്വതക്കയാവില്ല. കാരണം റിട്ടേൺ പ്രതീക്ഷിച്ച് കൊടുക്കുന്നത് സ്വതക്കാവില്ലല്ലോ, വെറുതെ കൊടുക്കുന്നില്ലേ സ്വതക്ക. ഒട്ടും ചിരിക്കാത്തൊരു സുഹൃത്തുണ്ടാവില്ല നിങ്ങൾക്ക്, ഓനിക്ക് റീൽ അയച്ചു കൊടുക്ക്, എന്നിട്ട് ഓനോട് പറ ഇത്രയും സാധനങ്ങളാണ് നീ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നും ചിരിക്കുന്ന ഒരു സുഹൃത്തുണ്ടാവില്ലേ, ഓനിക്ക് അയച്ചിട്ട് പറ ഇത്രയും സാധനങ്ങളാണ് ഡെയിലി നീ നേടിക്കൊണ്ടിരിക്കുന്നത്.